ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു അവിയലിൻ്റെ റെസിപ്പിയാണ്. നേരത്തെ ഞാനൊരു അവിയലിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്, ഓണസദ്യ റെസിപ്പിയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കണ്ണൂർ സ്റ്റൈൽ അവിയൽ റെസിപ്പിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഓരോ നാട്ടിലും ഓരോ സ്റ്റൈലിലാണല്ലോ കറികളൊക്കെ വയ്ക്കുന്നത്. അപ്പോൾ ഇത് കണ്ണൂർ സ്റ്റൈല് അവിയൽ റെസിപ്പിയാണ് ഇന്ന്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഷെയറും കൂടി ചെയ്തു കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അങ്ങനെ അവിയലിന് ആവശ്യമായിട്ട് ഞാൻ കുറച്ച് പച്ചക്കറികൾ എടുത്തിട്ടുണ്ട്. വെള്ളരിക്ക, ചേന, ചേമ്പ്, പച്ചക്കായി, മുരിങ്ങാക്കോല്, പയറ്, കോവക്ക, ക്യാരറ്റ്, പിന്നെ ഒരു ചെറിയ കഷ്ണം പടവലങ്ങേൻ്റെ പീസും കൂടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, പച്ചമുളക്. അപ്പോൾ ഇതൊക്കെ അരിഞ്ഞ് വൃത്തിയാക്കിയിട്ട് കഴുകി കൊണ്ടുവരാം. ഞാൻ ഇതുപോലെ അരിഞ്ഞ് വൃത്തിയാക്കി കഴുകിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഞാൻ കുക്കറിലല്ല വേവിക്കുന്നത്, ഇത് ഈ ചീനച്ചട്ടിയിലോട്ടേക്ക് ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ അതിനാവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കരിവേപ്പിലയും കൂടി ഇപ്പം തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം വേണമല്ലോ. പിന്നെ വെള്ളരിക്കന്നൊക്കെ വെള്ളം വരും, അതുകൊണ്ട് ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റും മണവും കൂടി ഉണ്ടാവും അവിയലിന്. അങ്ങനെ ഒരു 5-8 മിനിറ്റ് വേവട്ടെ. ഇനി നമ്മൾക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ പൊടികളൊക്കെ ചേർത്തതല്ലേ, അപ്പോൾ അതൊക്കെ ഇങ്ങനെ മേലെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടി വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമ്മൾക്ക് തേങ്ങയുടെ കൂടെ ജീരകം, പച്ചമുളക്, പിന്നെ കുറച്ച് കരിവേപ്പില, പിന്നെ മഞ്ഞൾപ്പൊടി ഞാൻ നേരത്തെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. പിന്നെ കാരണം വെച്ചാൽ നമുക്ക് തേങ്ങയുടെ കൂടെ ചേർത്ത് അരയ്ക്കുമ്പോൾ ഒരു കളറും കൂടി ഉണ്ടാവും. ഇനി ഈ അരപ്പൊക്കെ ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോഴത്തേക്കും കഷ്ണം വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ അരപ്പൊക്കെ ഇതിൻ്റെ കൂടെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല പോലെ മിക്സ് ചെയ്യാം. തേങ്ങ നല്ല പോലെ അരയരുത്, ഒന്ന് ചതച്ച പോലെ ആകാനേ പാടുള്ളൂ കേട്ടോ. ഇനി ആ തേങ്ങയുടെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റും കൂടി ഒന്ന് നമ്മൾക്ക് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾക്ക് ഈ ഒരു 6-7 അല്ലി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് കട്ടിയുള്ള തൈര്, അധികം പുളിക്കാത്ത തൈരായിരിക്കണേ, അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് അങ്ങ് ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ അവിയൽ നല്ല ചൂടുണ്ടല്ലോ, അപ്പോൾ ഇതും കൂടി ഒരുപാട് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല പുളിയായി പോവും. തൈര് ചൂടാകുമ്പം പിന്നെ പുളി അധികമായി പോവും. അതുകൊണ്ട് കുറച്ച് തൈര് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് തണുത്തതിന് ശേഷം പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ കരിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ എൻ്റെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞങ്ങളുടെ കണ്ണൂർ സ്റ്റൈല് അവിയലും കൂടി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഈസി ആയിട്ടുള്ള റെസിപ്പി അല്ലേ ഇത്. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, സന്തോഷമായിരിക്കുക. അപ്പോൾ അടുത്ത നല്ല വീഡിയോയുമായി കാണാം. ബൈ.